2024 UPSC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ശക്തി ദുബൈക്ക് 1ാം റാങ്കാണ്. ഹർഷിത് ഗോയൽ, ഡോങ്റെ, അർച്ചിത് പരാഗ് എന്നിവരാണ് 2ഉം 3ഉം സ്ഥാനത്തുള്ളത്. ആദ്യ 50 റാങ്കിൽ 4 മലയാളികൾ ഇടം നേടിയിട്ടുണ്ട്. 33ാം റാങ്ക് മലയാളിയായ ആൽഫ്രഡ് തോമസിന്. റാങ്ക് പട്ടികയിൽ ഇടം നേടിയവർ സന്തോഷ മാതൃഭൂമി ന്യൂസുമായി പങ്കുവച്ചു. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. സിവിൽ സർവീസ് പരീക്ഷയുടെ ഫലമെത്തി 47ാം റാങ്കുമായി അഭിമാനത്തോടെ പുഞ്ചിരിക്കുന്ന, തിരുവനന്തപുരത്ത് നിന്നാണ് പുഞ്ചിരിക്കുന്നത്, പക്ഷേ കൊല്ലംകാരിയാണ്. അപ്പോൾ എന്താണ് ആ നിമിഷം, ആരാണ് വിളിച്ച് പറയുക? ആ നിമിഷത്തെ എങ്ങനെ ഓർത്തെടുക്കുന്നത്? ആദ്യം വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. സാർ എന്നെ ആദ്യം വിളിച്ച് കൺഗ്രാറ്റ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ റിസൾട്ട് വന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ സാറോട് ഞാൻ അയച്ചു തരാം, അങ്ങനെയാണ് കണ്ടത്. വലിയ സന്തോഷമായിരുന്നു. നമുക്ക് നിസ്സാരമായിട്ട് പറഞ്ഞു തീർക്കാൻ ഒരു വലിയ യാത്രയാണല്ലേ. ആഗ്രഹിക്കണം, പിന്നീട് പഠിക്കണം. അതെങ്ങനെയായിരുന്നു? ആഗ്രഹം ചെറുപ്പത്തിലൊക്കെ കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഈ എക്സാമിനെ കുറിച്ച്. ഇതുപോലെ ടോപ്പേഴ്സിൻ്റെ ഒക്കെ ടോക്ക് കാണുമ്പോൾ. പിന്നീട് കോളേജിലെത്തുമ്പോഴാണ് അത് കുറച്ചും കൂടെ ഒന്ന് സോൾഡ് ആവുന്നതും പ്രിപ്പറേഷനിലേക്ക് വരാൻ തീരുമാനിക്കുന്നതും. പിന്നെ 3 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. 2022 മുതൽ പ്രിപ്പയർ ചെയ്യുകയാണ്. ഏത് ക്വാളിറ്റിയാകും പ്രധാനമായി യാത്രയിൽ തുണയായത്? അതൊരു അർപ്പണബോധമാണോ, അതോ സ്ഥിരമായി പഠിക്കുക? എന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു ഹാർഡ് വർക്കും പിന്നെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഹാർഡ് വർക്ക് ഒരു ദിവസത്തെ വർക്ക് മാത്രമല്ല, ഒരു 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ പഠിക്കുക എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻസി ആവശ്യമാണ്. അതാണെന്ന് തോന്നുന്നു ഏറ്റവും എളുപ്പം. 3 ഘട്ടങ്ങളുണ്ട്. അതിൽ ഓർത്തെടുക്കുമ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ള ഘട്ടം വല്ലതും ഉണ്ട്? പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. ഏതായിരുന്നു ടഫായിട്ടോ അല്ലെങ്കിൽ ഓർത്ത് പറയാൻ കഴിയുന്ന ഒരു? എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ളത് പ്രിലിംസ് ആണ്. കാരണം വലിയൊരു എലിമിനേഷനാണ് പ്രിലിംസിൽ നടക്കുന്നത്. അപ്പോൾ ഏകദേശം 5 ലക്ഷം പേര് എഴുതി 15,000 പേര് മാത്രം ക്ലിയർ ചെയ്യുന്ന പ്രിലിംസ് ആണ് എനിക്ക് തോന്നുന്നു കുറച്ചധികം അൺസർട്ടനിറ്റിയും. അതാണ് ആദ്യം ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയതും കുറച്ച് അൺസർട്ടൻ ആയിട്ട് തോന്നുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ പഠനമൊക്കെ എവിടെയായിരുന്നു? ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സഹായിച്ചു നമ്മുടെ ഈ ഒരു നേട്ടത്തിലേക്ക്? ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയാണ് പഠിച്ചത്. രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാളകം ആണ് പഠിച്ചത്. 10ാം ക്ലാസ് വരെ. +2 ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടാരക്കര. അതിനുശേഷം മാർവാനിയസ് കോളേജ് തിരുവനന്തപുരത്ത് നിന്ന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഇവിടെ 2022 മെയ് ബാച്ചിൽ ജോയിൻ ചെയ്തു ഫോർച്യൂണിൽ. അതിനുശേഷം ഇവിടെ തന്നെയായിരുന്നു പ്രിപ്പറേഷൻ. നേട്ടത്തിനും തിരുവനന്തപുരം നഗരം സാക്ഷിയായി എന്നുള്ളതാണ്. തിരുവനന്തപുരം ജീവിതത്തിൽ ഡിഗ്രിക്ക് ശേഷമാണ് വരുന്നത്, അല്ലെങ്കിൽ ഡിഗ്രി കാലഘട്ടത്തിലാണ് വരുന്നത്? അതെ, ഞാൻ +2 കഴിഞ്ഞ് ഏകദേശം 2019 മുതൽ ഞാൻ തിരുവനന്തപുരത്താണ് ജീവിക്കുന്നത്. തിരുവനന്തപുരം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ മെയിൻസിന് ഒടുവിൽ ചോദിക്കാൻ, മെയിൻസിന് ഐച്ഛികമായി എടുത്തത് മലയാളം വിഷയമാണ്. അത് എടുത്തപ്പോൾ ഉണ്ടായിരുന്നൊരു ഗുണം, അഡ്വാൻറ്റേജ് എന്തായിരുന്നു? മലയാളം തീർച്ചയായിട്ടും ഓപ്ഷനിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് മലയാളം എന്നെ സംബന്ധിച്ച് വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളെന്നുള്ള രീതിയിൽ മലയാളം തന്നെ എടുത്ത് പഠിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ മലയാളത്തിന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തിൽ, ടീച്ചേഴ്സ് ആണെങ്കിലും. ഞാൻ സരിത മാം മാഷുവൽ സാർ ജാലകം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അപ്പോൾ അവരുടെ സപ്പോർട്ടും വളരെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും മലയാളം വർക്കായി എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നിരവധി കോളുകളും അഭിനന്ദനങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് അല്ലേ? വീട്ടുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു? അവരെ വിളിച്ച് പറഞ്ഞു. അവർക്കും വലിയ സന്തോഷമായി. ആ സന്തോഷം തന്നെയാണ് നന്ദന പങ്കുവയ്ക്കുന്നത്. ആ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുന്നു. ബിജു BS-നൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.